സാർ ഇന്ന് തിരുവോണമാണ്. സാറിനും കുടുംബത്തിനും ABC ചാനലിൻ്റെ വക ഓണാശംസകൾ ആദ്യം തന്നെ ഞാൻ നേരുകയാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഓണത്തിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഓണക്കളികൾ. ഓണത്തിന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നാടോടി കലാരൂപങ്ങളുണ്ട് അല്ലേ? അതിപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് പല ഭാഗങ്ങളിലൊക്കെ. പക്ഷേ ചില സ്ഥലത്തൊന്നും ഇല്ല, അതൊക്കെ പോയി. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഓണത്തല്ല്, കുമ്മാട്ടിക്കളി, ഓണപ്പൊട്ടൻ, ഉറിയടി, ഊഞ്ഞാല്, ഇതൊക്കെ നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ കണ്ടു വളർന്നാണ്. കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, തുമ്പിതുള്ളൽ, പുലിക്കളി. അപ്പം ഈ പുലിക്കളി വിവാദമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടത്. പുലിക്കളി വിവാദം. ഈ പുലിക്കളി വളരെ മോശപ്പെട്ട ഒരു കലാരൂപമാണ് എന്ന തരത്തിലൊരു പ്രസ്താവന വന്നിരുന്നു. അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓണത്തിൻ്റെ ഈ കളികളും കലാരൂപങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണോ? നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്, നമ്മുടെ നാടോടി കലാരൂപങ്ങളാണ്. ഇത് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? അതോ ഇതിന് കാലാനുസൃതമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഇതിൽ ഈ ഓണക്കാലത്ത് കളിക്കുന്ന പഴയ കാലത്തുള്ള ഇതെല്ലാം ഇന്നത്തെ പുതുതലമുറയ്ക്ക് അറിയില്ല. അത് സത്യം. അവർ കേട്ടിട്ട് ആ പേരുകൾ പോലും അവർ കേട്ടിട്ടില്ല, അതെന്താണെന്ന് പോലും അവർക്കറിയില്ല. ഏതാണ്ട് 1970 കൂടിയൊക്കെ തന്നെ, അത് 70-80 കൂടിയൊക്കെ അതൊക്കെ ഏതാണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തലപ്പന്ത് കളി, അതുപോലെ നമ്മുടെ ഏറുപന്ത് കളി, കിളിത്തട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇത് പുരുഷന്മാരുടെ കളികളാണ് അതൊക്കെ. അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ സംഭവമുണ്ട്. ഇപ്പോൾ ഓണത്തല്ല് അഥവാ ഈ ഓണപ്പട എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അത് പുരുഷന്മാരുടെ കളികളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഊഞ്ഞാലാട്ടം, അതുപോലെ തുമ്പിതുള്ളൽ, ഈ കൈകൊട്ടിക്കളി, ഇങ്ങനെയൊക്കെ ഉള്ള തിരുവാതിര കളിയുടെ മറ്റു അതിൽ തന്നെ അത് ആ ദിവസവും ഓണത്തിനും അവരുടേതായിട്ടുള്ള കൈകൊട്ടിക്കളിയാണ്. അതുപോലെ ഈ മഞ്ചാടി കൊണ്ടുള്ള ഇത് ഇങ്ങനെയൊക്കെ ഉള്ള മഞ്ചാടി കൊണ്ടുള്ള കളി എന്താ? മഞ്ചാടി അതൊരു കുഴി, ഒരു മരത്തിലുണ്ടാക്കിയ ഒരു കുഴിയിലിട്ടുള്ള ഒരു അതൊക്കെ നിത്യവും, അത് ഓണത്തിന് മാത്രമല്ല അല്ലാതെ കളിക്കുന്ന കളികളാണ് ആയിട്ടുള്ള. അതുപോലെ കുട്ടിയും കോലും എന്നുള്ള കളി, അത് നമ്മളെ ഈ ക്രിക്കറ്റിനോടൊക്കെ വളരെ സാമ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ ഇതായിട്ടുണ്ടായിരുന്ന കളികളാണ്. ഇപ്പൊ ഉറിയടിയൊക്കെ സാർ ഈ കൃഷ്ണ ജയന്തി അല്ലാതെ ആ സമയത്താണ് കൂടുതലും ഈ പറയുന്ന അഷ്ടമി രോഹിണി നാളുകളിലാണ് കൂടുതലും ഈ പറയുന്ന ഉറിയടിയൊക്കെ കണ്ടിട്ടുള്ളത്. ആ ഉറിയടി മത്സരം. അതുപോലെ അത് തൃശ്ശൂർ ഏരിയയിൽ നമ്മുടെ, കാരണം എന്ന് വെച്ചാൽ ഓരോ ഏരിയയിൽ ഓരോ ഇതാണ്. ഇപ്പൊ പുലികളി എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ആ ഒരു ഏരിയയിൽ ഒരു പ്രത്യേക, ആദ്യമൊക്കെ ഒരു വിഭാഗം ആൾക്കാരും തുടക്കമിട്ട് പിന്നെ എല്ലാ വിഭാഗം ആൾക്കാരും അത് ഏറ്റെടുത്തു. ഇപ്പം നമ്മുടെ കുമ്മാട്ടി എന്ന് പറയുന്നുണ്ട്. കുമ്മാട്ടി എന്ന് പറയുന്നത് അത് കുമ്മാട്ടി പുല്ല് കൊണ്ടുണ്ടാക്കി, ഈ മരത്തിലുണ്ടാക്കുന്ന ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു മുഖംമൂടി ധരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇതാണ് കുമ്മാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ, പാലക്കാട് മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ കുമ്മാട്ടിയുള്ളത്. പിന്നെ ഓണത്താറ് നമുക്കറിയാം, ഈ ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്നത് അതൊരു തെയ്യവും കൂടെയാണ്. അപ്പോൾ അതൊക്കെ കണ്ണൂർ, കാസർഗോഡ്, വടക്കൻ മലബാർ മേഖലകളിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പ്രാദേശികമായ ഓരോ ഇതുണ്ട്. അതോടൊപ്പം നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വിശേഷ ദിവസങ്ങളിൽ ഓണം, വിഷു, തിരുവാതിര, ഇതാണല്ലോ മലയാളികളുടെ ഒരു അക്കാലത്ത് ഒരു വിശേഷ ദിവസങ്ങളായി ആദ്യകാലങ്ങളിൽ കണ്ടിരുന്നത്. പിന്നീട് പല വിശേഷ ദിവസങ്ങൾ വന്നുവെങ്കിലും ആദ്യത്തെ വിശേഷ ദിവസങ്ങളിൽ ഓണം, വിഷു, തിരുവാതിരയും ഭയങ്കര പ്രധാനമാണ്. കാരണം അക്കാലത്ത് പറയാറുണ്ട്, ഓണം, വിഷു ദിവസങ്ങളിൽ പുരുഷന്മാർ വീട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ, പുരുഷന്മാർ വീട്ടിലില്ലെങ്കിൽ അതൊരു വിവാഹമോചനത്തിന് കാരണമാകുന്നുള്ള ഒരു അത്രയ്ക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പം അതുകൊണ്ട് അതിന് ആ കാലഘട്ടത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ പുരുഷന്മാർ, നേരത്തെ വിഷയത്തിലോട്ട് വരാം, പുരുഷന്മാർക്കും അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്കും ഒക്കെ വെവ്വേറെ ആയിട്ടുള്ള കളികളും മറ്റുമൊക്കെ ഉണ്ട്. അത് ഇന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചില സംഘടനകളൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് അറിയാവുന്നവർ എത്ര പേരാണെന്ന് നമുക്കറിയില്ല. അതെങ്ങനെയാണ്, അന്ന് അങ്ങനെയായിരുന്നോ കളിച്ചത്, അതിന് ചില മാറ്റങ്ങളൊക്കെ പിന്നീട് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാർ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം. ഈ ഓണനാളിലെങ്കിലും പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ വേണ്ടി അതൊക്കെ വീണ്ടും പരിചയപ്പെടുത്തണമെന്നാണ് ഞാൻ പറയാനുള്ളത്. സാർ, പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ ഈ കുമ്മാട്ടിക്കളി, പുലികളി, തുമ്പിതുള്ളൽ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഓണത്തോടനുബന്ധിച്ച് വരുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ എന്താണ്, അവിടെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കളികൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഓണത്തിന്? നമ്മുടെ കുമ്മാട്ടിക്ക് സമാനമായിട്ട് നമ്മുടെ പാലക്കാട്, മുണ്ടൂര്, കുനിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെയാണ് ഈ കുമ്മാട്ടിക്കളി കൂടുതൽ പ്രചാരത്തിലുള്ളത്.
അപ്പോൾ അതിന് സമാനമായിട്ട് ഏതാണ്ട് കുമ്മാട്ടിയിലുള്ളതുപോലെ, കുമ്മാട്ടിയിലാണെന്നെങ്കിൽ കുമ്മാട്ടി പുല്ല് കൊണ്ടാണല്ലോ വേഷവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ മുഖം മൂടിക്ക് ഒരു വ്യത്യാസമുള്ളത് മരത്തിലുണ്ടാക്കിയ ഒരു രൂപമാണ് ഈ കുമ്മാട്ടിയുടെ. അതുപോലെ തന്നെ ഹനുമാന്റെ രൂപം, തടിയിൽ കുത്തിയെടുത്ത ഹനുമാന്റെ രൂപമാണ് ഈ തിരുവനന്തപുരം ഭാഗത്ത് പണ്ടുണ്ടായിരുന്ന ഹനുമാൻ പണ്ടാരം എന്ന് പറയുന്നത്. ഹനുമാൻ പണ്ടാരം എന്നാണ് അതിന്റെ ഇത്. അത് ഈ ഹനുമാന്റെ മുഖം മൂടിയും അതുപോലെ ഒരു വാലും മറ്റും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു രൂപമാണ് ശരിക്ക്. ചുവന്ന വേഷവും അതുപോലെ കറുത്തതും ചുവന്നതുമായി മിക്സ് ചെയ്ത ഒരു വേഷമൊക്കെയാണ് ഈ ഹനുമാൻ ഭണ്ഡാരത്തിന്റെ. അപ്പൊ ഇത് ഈ ഹനുമാൻ ഭണ്ഡാരം ഈ ഓണക്കാലത്ത് മാത്രമല്ല, വിഷു, തിരുവാതിര, ഇങ്ങനെ എന്തെങ്കിലും വിശേഷ നാളുകളിലൊക്കെ അടുപ്പിച്ച് ഈ വീടുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ചില ഭാഗങ്ങളിലാണ് ഈ ഹനുമാൻ ഭണ്ഡാരം വരുന്നത്. നഗരഹൃദയങ്ങളിലാണ് കൂടുതലും ഉള്ളത്. അപ്പൊ ഈ വരുന്ന ഇതിൽ കുട്ടികളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ അനുസരണ ഇല്ലാത്ത കുട്ടികളുണ്ടോ, പഠിക്കാത്ത കുട്ടികളുണ്ടോ, അച്ഛനമ്മമാർ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന വരിയും അതിന് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ഹനുമാന്റെ ചാട്ടവും ഈ ഭയപ്പെടുത്തുന്ന അലർച്ചയും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഈ കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ ഹനുമാൻ ഭണ്ഡാരം വരുന്നു എന്ന് പറഞ്ഞാണ് കുട്ടികളെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുട്ടികളെ അനുസരിപ്പിക്കുന്നു. ആഹാരം കഴിക്കാത്ത കുട്ടികൾ ഇപ്പൊ ഹനുമാൻ ഭണ്ഡാരം വരും. അത് തിരുവനന്തപുരം പ്രദേശത്താണ് കൂടുതലും ഉണ്ടാവും ഹനുമാൻ ഭണ്ഡാരത്തിൽ. ഇപ്പൊ അങ്ങോട്ട് വരുമ്പോൾ കുമ്മാട്ടിയെ കാണുമ്പോൾ അവിടെയുള്ള കുട്ടികൾ, ആ നാട്ടിലെ കുട്ടികളൊക്കെ ഭയക്കുന്നത് പോലെ ഇവിടെയും ആകാൻ ഏതാണ്ട് ഒരു 50 വർഷം, 50 ഏതാണ്ട് 55-60 വർഷമായിട്ട് ഹനുമാൻ ഭണ്ഡാരമൊന്നും നഗരത്തിൽ വരാറില്ല. ഇപ്പോഴും അങ്ങനെയുള്ള വേഷം കിട്ടുന്നവരാരും ഇല്ല. തിരുവനന്തപുരത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒന്നുമില്ല അല്ലേ? ഇല്ല. ഇപ്പൊ അത്തരം ഉള്ള യാതൊരു കാഴ്ചകളും നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തില്ല. നമ്മുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചും ഇല്ല അല്ലെ? സർക്കാരിന്റെ ഇല്ല. അങ്ങനെ ബാക്കി എല്ലാ വേഷങ്ങളും നമ്മളിപ്പോ ഈ ഓണം ഘോഷയാത്ര സംബന്ധിച്ച് അവസാന നാളില് ഘോഷയാത്ര വരുമല്ലോ സർക്കാരിന്റെ. അതിലൊക്കെ കേരളത്തിലുള്ള പല ഇപ്പൊ കുമ്മാട്ടിയും ഓണപ്പൊട്ടനും കുമ്മാട്ടിയും ഓണത്താറും ഇങ്ങനെയൊക്കെയുള്ള പല പല മേഖലകളിലുള്ള വേഷഭൂഷ ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ടെങ്കിലും ഈ പറയുന്ന ഹനുമാൻ ഭണ്ഡാരത്തിനെ ഈ പറയുന്ന ആഘോഷവേളകളിലൊന്നും അവതരിപ്പിക്കാറില്ല. അത് എങ്ങനെയാണ് അതിന്റെ രൂപമെന്ന് പോലും ഈ തലമുറയിൽ കുട്ടികൾക്ക് അറിയില്ല. അങ്ങിങ്ങായി വായിച്ച അറിവുകൾ മാത്രമേ ഉള്ളൂ. ഈ ഓണക്കാലത്തും വിഷുക്കാലത്തും ഒക്കെ തിരുവനന്തപുരം നഗരത്തിലെ വീടുകളിൽ ഈ പറയുന്ന ഹനുമാൻ ഭണ്ഡാരം എത്തുന്നു എന്നുള്ളത്. സാർ, നമ്മുടെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അപ്പം ഇപ്പോഴേക്ക് വരുമ്പോഴത്തേക്ക് നഗരങ്ങളിലായി ഓണം ഇൻസ്റ്റന്റ് സദ്യയുമായി. അപ്പം എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഓണക്കളികളെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെ വന്നു നഗരത്തിലെ ഓണം എന്ന് പറയുമ്പോൾ? പണ്ട് ഈ 1960-70 കാലഘട്ടങ്ങളിലൊക്കെ ഇതായിട്ടുള്ള 80കളിലൊക്കെ ഈ നമ്മുടെ അത്തം വരുമ്പോൾ അത്തമ്പത്തിന് ആണല്ലോ. അപ്പോൾ അത്തം നാളിൽ തന്നെ അത്തമിടുന്ന വ്യത്യസ്തമായ സംഘടനകൾ, ക്ലബ്ബുകൾ, ഇവരൊക്കെ അത്തമിടുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതും വളരെ കുറവാണ് നമ്മുടെ നഗരങ്ങളിൽ. ഈ 80കളിലൊക്കെ വന്നപ്പോഴാണ് ഈ നഗരങ്ങളിലെ ഓണവും ഗ്രാമപ്രദേശത്തിന്റെ ഓണവും രണ്ടായി മാറിയത്. തിരുവനന്തപുരത്ത് ഒരു പ്രാന്തപ്രദേശങ്ങളിലുള്ള ഓണവും നമ്മുടെ ഇവിടുത്തെ ഓണവും നഗരത്തിലെ ഓണവും തമ്മിൽ വളരെ വ്യത്യാസം കാണുന്നുണ്ട്. നഗരത്തിലെ ഓണം വരുമ്പോൾ നഗര കേന്ദ്രീകരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ പറയാവുന്ന ഈ കനകക്കുന്ന് കേന്ദ്രീകരിച്ചുള്ള ഓണമായിരുന്നു. ലൈറ്റുകളുടെ ഇത് ദീപാലങ്കാരങ്ങൾ കൊണ്ട് നഗരം അങ്ങ് മാറി മറിയുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നാട്ടിൻപുറത്ത് നിന്നുള്ള ആൾക്കാരെല്ലാം നഗരത്തിലേക്ക് ഈ കാഴ്ചകൾ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നാട്ടിൻപുറത്തേക്ക് അങ്ങനെ ഈ കേന്ദ്രീകരിച്ചുള്ള ഇത് ഓണാഘോഷങ്ങളൊക്കെ കുറവായിരുന്നു. നഗരങ്ങളിൽ സദ്യയും വെക്കില്ല, എല്ലാം അതൊക്കെ പിന്നീട് ഓരോ കാലഘട്ടത്തിൽ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പുതിയ കാലത്ത് വന്നപ്പോൾ പുതിയ ഇത് പണ്ട് വീടുകളിൽ വെക്കുമായിരുന്നു, ഇപ്പൊ വീടുകളിൽ വെക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ ഓർഡർ കൊടുത്താൽ മതി, വീട്ടിലെത്തും സദ്യ. അങ്ങനെയുള്ള കാലങ്ങളായി. അപ്പോൾ അന്ന് ഈ നഗരത്തിലെ ഓണം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ ഇത് പറയുന്നില്ല, ഓണപ്പന്ത് കളി അല്ലെങ്കിൽ ഈ പറയുന്ന തലപ്പന്ത് കളി, ഏറുപന്ത് കളി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് നഗരത്തിൽ വരുമ്പോൾ അത് ഫുട്ബോൾ മത്സരമാണ്.
അതെ. ആ ഓണം ട്രോഫി ഫുട്ബോൾ മത്സരമൊക്കെ 80കളിലൊക്കെ ഉണ്ടായിരുന്നു. 90കളുടെ തുടക്കം വരെയൊക്കെ ഓണം ട്രോഫി ഫുട്ബോൾ മത്സരം കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ ടീമുകളൊക്കെ തിരുവനന്തപുരത്ത് വന്ന് മാറ്റിയിരിക്കുന്ന ഒരു ഓണത്തിൻ്റെ 10ാം ദിവസമാണ് അത് അവരെ ഫൈനൽ മത്സരമൊക്കെ വരുന്നത്. അപ്പോൾ അത് വളരെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തൊക്കെ വളരെ ഇതായി. പിന്നെ നാടൻ കലാരൂപങ്ങളൊക്കെ കനകക്കുന്നിലുമൊക്കെ അരങ്ങേറുകയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗാനമേളയ്ക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുത്തൻകച്ചേരി മൈതാനത്ത് ഗാനമേളയുടെ കേരളത്തിലെ ഇന്ത്യയിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള നാടൻ കല ഗായകരും ഗാനമേള ട്രൂപ്പുകാരും ഒക്കെ വരുന്ന ഒരു ഏരിയയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് പിന്നെ അത് പൂജപ്പുരയിലോട്ട് മാറ്റി. അപ്പോൾ കാലങ്ങൾ മാറ്റുമ്പോൾ അതിൻ്റെ ഓരോരോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ പോലെ ചില നാടകങ്ങൾ അരങ്ങേറാൻ BJT ഹാള് പോലെയുള്ള ഇത്, ടാഗോർ തിയേറ്ററിൽ ഇത്, അങ്ങനെ ഓരോ തിയേറ്റർ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഹാളുകൾ കേന്ദ്രീകരിച്ചൊക്കെ നഗരത്തിലെ ഓണം ഇങ്ങനെ മാറി. ഇന്ന് പകരം ഈ വ്യാപാരമേളയും ആഘോഷവും എല്ലാം കൂടെ വാണിജ്യവും എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഇപ്പം ഓരോ ഗ്രാമങ്ങളെ, ഇപ്പം ഉദാഹരണത്തിന് തിരുവനന്തപുരത്തിൻ്റെ ഉൾഗ്രാമമായിട്ടുള്ള കാട്ടാക്കട, അതിപ്പോൾ നഗരത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലം. നെടുമങ്ങാട്, ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ കാർഷിക മേഖലകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ കാർഷികമായ സമ്പന്നമായിട്ടുള്ള ഒരു പ്രദേശങ്ങളായിരുന്നു നെടുമങ്ങാട്, കാട്ടാക്കട എന്നൊക്കെ പറയുന്നത്. ഇന്ന് അവിടെ പ്രത്യേക ഓണങ്ങളാണ് അവിടെയൊക്കെ നടത്തുന്നത്. അങ്ങനെ കാലത്തിന് ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച്, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓണവും മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.